അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വിമാനത്തിൻ്റെ ജനലിനരികിലിരുന്ന് അജ്മൽ പുറത്തേക്ക് നോക്കി. എഞ്ചിൻ്റെ ഇരമ്പൽ ഉയരുമ്പോഴും അവൻ്റെ മനസ്സ് അതിലും വലിയൊരു കൊടുങ്കാറ്റിലായിരുന്നു. വിതുമ്പുന്ന മനസ്സും പിടക്കുന്ന ഹൃദയവുമായിട്ടാണ് അവൻ ആ യാത്ര ആരംഭിക്കുന്നത്. സ്വന്തം നാടും വീടും വിട്ടുപോകുന്നതിൻ്റെ സങ്കടത്തേക്കാൾ അവൻ്റെ നെഞ്ചിൽ തീ കോരിയിട്ടത് അനിയത്തി ബുഷിയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. സാധാരണ രീതിയിൽ സ്വന്തം നാടും വീടും കാണുമ്പോൾ വല്ലാത്ത സന്തോഷമായിരിക്കും. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് സങ്കടമാണ്. റബ്ബേ, എന്ത് ചെയ്യാനാണ്? ബുഷിയുടെ നിരപരാധിയായ മുഖം അവൻ്റെ മനസ്സിൽ മായാതെ നിന്നു. പക്ഷേ എല്ലാത്തിനും കാരണം ഉമ്മയുടെ സ്വഭാവത്തിൽ പെട്ടെന്നുണ്ടായ ആ ഒരു മാറ്റം. അതൊക്കെ അവൻ്റെ നെഞ്ച് പൊട്ടുന്ന പോലെയായിരുന്നു. സ്നേഹം മാത്രം നൽകിയിരുന്ന ഉമ്മ ഇന്ന് കാണിക്കുന്ന ക്രൂരതയും മാറ്റങ്ങളും അവനെ വല്ലാതെ തളർത്തി കളഞ്ഞു. ഉമ്മ എന്നാലും എന്നോട് ഞാൻ വിളിച്ചിട്ട് ഫോൺ അവളുടെ കയ്യിൽ കൊടുക്കാത്തത് എന്തായിരിക്കും? ഉമ്മയുടെ വിഷമങ്ങൾ, ഉമ്മ പ്രയാസത്തിലായിരിക്കോ? എനിക്കറിയുന്നില്ല. പെട്ടെന്നാണ് വിമാനത്തിനുള്ളിലെ സ്പീക്കറിൽ നിന്നും ശബ്ദമുയർന്നത്. ഡിയർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം അബോർഡ്. പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ് ആൻഡ് മേക്ക് ഷുവർ യുവർ സീറ്റ് ബാഗ്സ് ഫോർ ഫോൾഡിംഗ് ടേബിൾസ് ആർ യു ദെയർ ഫുൾ അപ്രൈറ്റ് പൊസിഷൻ. തൊട്ടു പിന്നാലെ അറബിയിലുള്ള അറിയിപ്പും വന്നു. സെയ്ദാത്തി വ സാദത്തി, അഹ്ലം വെക്കും അലൽ മത്തിനൽ ഹാദിയ റഹല യർജിറബത്ത് ഹസമത്തുല്ലാമാൻ. അടുത്തെത്തിയ ഹെയറോസ്റ്റസ് കൃത്രിമമായ പുഞ്ചിരിയോടെ അജ്മലിനോടായി ഇംഗ്ലീഷിൽ പറഞ്ഞു, സർ പ്ലീസ് ഫാസ്റ്റൻ യുവർ സീറ്റ് ബെൽറ്റ്, വി ആർ പ്രിപ്പയറിംഗ് ഫോർ ടേക്ക് ഓഫ്. അവൻ യാന്ത്രികമായി ബെൽറ്റ് എടുത്ത് പൂട്ടി. മനസ്സ് വീണ്ടും പഴയ ഓർമ്മകളിലേക്ക് ഊളിയിട്ടു. ചെറുപ്പത്തിൽ ബുഷിയുടെ കൈപിടിച്ച് നടന്നിരുന്ന കാലം, ഉമ്മ വെച്ച് തന്നിരുന്ന വിഭവങ്ങളുടെ രുചി. എങ്ങനെയാണ് ആ വീട് ഇങ്ങനെയായി മാറിയത്? ഉമ്മയുടെ വാക്കുകളിലെ വിഷമവും ബുഷിയുടെ കണ്ണീരും അവൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും നീറിപ്പുകഞ്ഞു. വിമാനം മേഘാവൃതമായ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങി. അതെ, അറബിയുമ്മയുടെ ആ കൊട്ടാരവും തൻ്റെ പ്രിയപ്പെട്ട ഹംദയും താഴെ ചെറുതായി മറഞ്ഞു. തനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൂരെയാണെങ്കിലും തൻ്റെ അനിയത്തി ബുഷിയെ സംരക്ഷിക്കണം, അവൾക്ക് നല്ല ഭാവി ഉണ്ടാക്കി കൊടുക്കണം എന്ന ഉറച്ച തീരുമാനത്തോടെ അജ്മൽ കണ്ണുകളടച്ചു. വിമാനത്തിൻ്റെ ഇരുമ്പലിനിടയിലും അവൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന ഉയരുന്നുണ്ടായിരുന്നു. രാത്രിയുടെ നിശബ്ദത വിമാനത്തെ പൂർണ്ണമായി വിഴുങ്ങിയിരുന്നു. യാത്രക്കാരെല്ലാം ഓരോരുത്തരായി ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വഴുതി വീണു. അജ്മലിനും കൺപോളകൾ കനത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഉറങ്ങാനും എത്ര ശ്രമിച്ചിട്ടും കഴിഞ്ഞില്ല. വല്ലാത്തൊരു പൊറുതികേട്, നെഞ്ചിൽ ഭാരം കയറ്റി വെച്ചതുപോലെ ഒരു വിങ്ങിപ്പൊട്ടൽ. പഠിച്ചവനെ, എന്തൊക്കെയായി സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. അവൻ പതുക്കെ പിറുപിറുത്തു. അൻഷിഫുമായി ഒരു നല്ല ജീവൻ കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ബുഷിയുടെ സ്വപ്നം. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിരിക്കുന്നു. ഡോക്ടർ സിനാൻ, ആ പേര് ഓർത്തപ്പോൾ അജ്മലിൻ്റെ ഉള്ളിലൊരു തീയെരിഞ്ഞു. ഡോക്ടർ സിനാൻ അവരുടെ കുടുംബത്തിലേക്ക് കയറി കളിക്കുന്നു എന്ന വാർത്ത ശരിക്കും അജ്മലിനെ തകർത്തു കളഞ്ഞിരുന്നു. ആ ചതിയും കള്ളക്കളികളും ഓർക്കുന്തോറും അവൻ്റെ തലച്ചോർ പുകഞ്ഞു. റബ്ബേ, നീ മാത്രമാണ് ഇനി കാവൽ. അവൻ ഇരുട്ടിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. പെട്ടെന്നാണ് വിമാനത്തിലെ മങ്ങിയ വെളിച്ചത്തിൽ ക്യാബിൻ ക്രൂവിൻ്റെ ട്രോളി ഉരുളുന്ന ശബ്ദം കേട്ടത്. ലഘുഭക്ഷണങ്ങളും കോഫിയുമായി ഹെയറോസ്റ്റസുമാർ യാത്രക്കാരുടെ അടുത്തേക്ക് വരികയാണ്. അവരുടെ കൂട്ടത്തിൽ 2 പേർ അജ്മലിൻ്റെ സീറ്റിനടുത്തേക്ക് നീങ്ങി. ഒരു പാവക്കുട്ടിയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരു എയറോസ്റ്റസ് അവരിൽ എടുത്തു നിൽക്കുന്നവളായിരുന്നു. തിളങ്ങുന്ന ചുവന്ന കളർ വസ്ത്രവും തുടയോടം കയറി നിൽക്കുന്ന നീളമുള്ള ഷോക്സുമായിരുന്നു അവളുടെ വേഷം. തിളങ്ങുന്ന ചുവന്ന ലിപ്സ്റ്റിക്കും ചർമ്മത്തിന് അമിതമായ വെളുപ്പ് നൽകുന്ന മേക്കപ്പും വള്ളി പോലെ ചുരുണ്ട വെപ്പുമുടിയും അവൾക്കൊരു കൃത്രിമ ഭംഗി നൽകിയിരുന്നു. വട്ടത്തിലുള്ള വലിയ കണ്ണുകൾ മഷി എഴുതി വെച്ചതുപോലെ വേറിട്ട് നിൽക്കുന്നു. ശരിക്കും ഒരു ജീവനുള്ള കളിപ്പാവയെ പോലെ. അവൾ അജ്മലിൻ്റെ അരികിലേക്ക് കുനിഞ്ഞ് വളരെ മൃദുവായ ശബ്ദത്തിൽ പറഞ്ഞു, എക്സ്ക്യൂസ് മീ സർ, വുഡ് യു ലൈക്ക് ടു ഹാവ് സം സ്നാക്ക് ഹോട്ട് ബീവറേജസ്? അവളുടെ ശബ്ദം കേട്ട് അജ്മൽ ചിന്തകളിൽ നിന്നുയർന്നു. ട്രോളിയിൽ പലതരത്തിലുള്ള ന്യൂഡിൽസ്, ചെറുതായി ചൂട് പറക്കുന്ന പിസ്സ, പലവിധ സ്നാക്കുകൾ എന്നിവ മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണെങ്കിലും വിശപ്പിനേക്കാൾ ഉപരി ആ ചിന്തകളിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ച് അവൻ പതുക്കെ തലയാട്ടി. കടുത്ത യാഥാർത്ഥ്യത്തിനിടയിലും ആ വിമാനയാത്ര അവനെ മറ്റേതോ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയായിരുന്നു.
അജ്മൽ ആ ട്രോളിയിലേക്ക് നോക്കി. ചൂട് പറക്കുന്ന ന്യൂഡിൽസും ചെറിയൊരു പിസ്സയും ഒപ്പം കടുപ്പത്തിലൊരു ബ്ലാക്ക് കോഫിയും അവൻ ഓർഡർ ചെയ്തു. എയറോസ്റ്റസ് വളരെ നൈർമല്യത്തോടെ ഭക്ഷണം അവൻ്റെ മുന്നിലെ ട്രേയിലേക്ക് വെച്ചു കൊടുത്തു. എൻജോയ് യുവർ മീൽ സർ എന്ന് പറഞ്ഞ് ആ പാവക്കുട്ടിയെപ്പോലുള്ള എയറോസ്റ്റസ് ട്രോളിയുമായി അടുത്ത സീറ്റിലേക്ക് നീങ്ങി. ചൂടുള്ള കോഫി ഒരു സിപ്പ് കുടിച്ചപ്പോൾ അജ്മലിൻ്റെ തലച്ചോറിലേക്ക് അല്പം ആശ്വാസം പടരുന്നത് പോലെ തോന്നി. പക്ഷേ ഉള്ളിലെ തീ അപ്പോഴും അണഞ്ഞിരുന്നില്ല. വിമാനത്തിൻ്റെ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് അവൻ വീണ്ടും കണ്ണു നട്ടിരുന്നു. അവൻ്റെ മനസ്സ് വീണ്ടും അൻഷിഫിലേക്ക് ഓടിയെത്തി. അൻഷിഫിൻ്റെ ആ നിഷ്കളങ്കമായ ചിരിയും ഒന്നിച്ച് ജീവിക്കാൻ കൊതിച്ച ബുഷിയുമായുള്ള ദിനങ്ങളും എല്ലാം ഇപ്പോൾ ഒരു സ്വപ്നം പോലെ തോന്നുന്നു. എങ്ങനെയാണ് സിനാൻ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത്? അവൻ സ്വയം ചോദിക്കുകയാണ്. ഡോക്ടർ സിനാൻ്റെ തന്ത്രപരമായ നീക്കങ്ങൾ അവൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. കുടുംബത്തിലെ എല്ലാവരുടെയും വിശ്വസ്തനായി മാറി. അവസാനം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ തന്നെ തനിക്കെതിരെ തിരിച്ചുവിടാൻ സിനാന് കഴിഞ്ഞു. ഉമ്മയുടെ സ്വഭാവത്തിലുള്ള പെട്ടെന്നുള്ള മാറ്റത്തിന് പിന്നിലും ബുഷിയുടെ കണ്ണീരിന് പിന്നിലും സിനാൻ്റെ കറുത്ത കൈകളുണ്ടായിരുന്നു എന്ന് അജ്മലിന് ഉറപ്പായി തുടങ്ങി. താൻ നാട്ടിൽ നിൽക്കുന്നത് സിനാൻ്റെ പദ്ധതികൾക്ക് തടസ്സമാണെന്ന് അവൻക്ക് തോന്നുമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവൻ സർപ്രൈസായിട്ട് അത് നാട്ടിലേക്ക് വരുന്നത്. കോഫി കപ്പ് ട്രേയിൽ തിരികെ വെക്കുമ്പോൾ അജ്മലിൻ്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. വിഷമവും നിരാശയും പതുക്കെ അവനിൽ വലിയൊരു ദേഷ്യമായി മാറുകയായിരുന്നു. ഇല്ല, ഞാൻ തോറ്റുകൊടുക്കില്ല, അവൻ മനസ്സിലുറപ്പിച്ചു. ഇതൊരിക്കലും പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് തൻ്റെ ശക്തി വീണ്ടെടുക്കുവാനുള്ള സമയമാണ്. ദൂരെയാണെങ്കിലും നാട്ടിലുള്ള ഓരോ ചലനങ്ങളും നിരീക്ഷിക്കണം. അതെ, അത് നിർബന്ധമാണ്. അൻഷിഫിനെ സിനാന് വിട്ടുകൊടുക്കില്ല. അനിയത്തി ബുഷിയെ ആ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. ഉമ്മയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്ന് മനസ്സിലാക്കണം. വിമാനത്തിൻ്റെ എഞ്ചിൻ്റെ ശബ്ദം അവൻ്റെ ഉള്ളിലെ നിശ്ചയദാർഢ്യത്തിന് വേഗത കൂട്ടി. കൺപോളകൾ അടയുമ്പോഴും അവൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ കഠിനാധ്വാനത്തിലൂടെ തിരികെ വന്ന് എല്ലാം നേരെയാക്കണമെന്നുള്ള ഒരൊറ്റ ചിന്തമേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തൻ്റെ മകൻ വരുന്നത് ഒരിക്കൽ പോലും ആ ഉമ്മ അറിയുന്നില്ല. എന്നാൽ അന്ന് പുലർച്ചെ തന്നെ അതാ സിനാന് ബുഷിയുടെ വീട്ടിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ അൻഷിഫിൻ്റെ അടുത്തേക്ക് ചെന്നു. അൻഷിഫ് അവിടെ ആ കിടത്തം തന്നെയാണ്. എന്നാൽ അവൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. അതെ, ഡൈവേഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് കൊണ്ടുപോയ കാര്യമൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അവൻ അബോധാവസ്ഥയിലായിരുന്നു. ഒരു നിമിഷം അതാ അൻഷിഫ് സിനാൻ അങ്ങോട്ട് വന്നപ്പോൾ കണ്ണുകൾ തുറന്നു. സിനാൻ, എന്താന്നാവോ? എൻ്റെ ബുഷി എനിക്കൊന്ന് കാണിച്ചു തരാമോ? നിൻ്റെ ബുഷിയോ? ഏത് ബുഷി? അതെ, ബുഷി എനിക്കൊന്ന് കാണിച്ചു തരണം. പിന്നെ അൻഷിഫ്, പിന്നെ എന്തൊക്കെ തന്നെയാലും ഡിസ്ചാർജിന് വേണ്ടി ഞാൻ എഴുതുന്നുണ്ട്. അതായത് ഇനിയും റെസ്റ്റ് എടുക്കേണ്ടൊക്കെ വരും. ഇനിയിപ്പോൾ നിന്നെ അങ്ങനെ ബോധം കെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്താ നീ പറയുന്നത്? അതൊക്കെ ഉണ്ടെന്നേ. എനിക്ക് എൻ്റെ ബുഷി ഒന്ന് വിളിക്കണം. അത് ഞങ്ങൾക്ക് 2 പേർക്കും ഒരുമിച്ച് പോകാനാണ് ബെസ്റ്റ്. ബുഷി എന്തിനാ വിളിക്കുന്നത്? ബുഷി നിൻ്റെ ആരാ? അവൾ എൻ്റെ പെണ്ണാണ്. നിൻ്റെ പെണ്ണ് അല്ലേ? ബുഷിയൊക്കെ നിന്നെ എപ്പോഴോ ഒഴിവാക്കി വിട്ടില്ലേ? നീ അറിഞ്ഞില്ലേ ഡൈവോഴ്സിന് വേണ്ടി ബുഷി കോടതിയെ സമീപിച്ചതും ഒഴിവാക്കിയതും നീ അറിഞ്ഞില്ലേ? പെട്ടെന്ന് അതാ അൻഷിഫ് ഞെട്ടി. എന്ത് പറയുന്നത്? അതേടാ, ബുഷി ഉണ്ടല്ലോ, നിന്നൊക്കെ എപ്പോഴോ ഒഴിവാക്കി ജീവച്ഛവമായി കിടക്കുമെന്ന നിന്നെ ഏതെങ്കിലും പെൺകുട്ടിയൊക്കെ പറ്റുമോ? നീ എന്തീ പറയുന്നത്? എപ്പോഴോ നിന്നെ ഒഴിവാക്കി. ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. പിന്നെ ഡിസ്ചാർജ് ഞാൻ എഴുതുന്നുണ്ട്. നിന്നെ ഇവിടെ കെടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. ശരിക്കും അതാ അൻഷിഫിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവന് നിയന്ത്രണം സഹിക്കുവാൻ കഴിയുന്നില്ല. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമം, പ്രയാസം. ബുഷി, എൻ്റെ പെണ്ണെ, നീ എന്നെ വിട്ട് പോയത് എന്തിനാ? എന്നാൽ സിനാൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, അവൻ ക്രൂരമായൊരു കൊലച്ചിരിയോടെ. എന്താ, നിനക്കും പോകണോ? നിനക്ക് ഇനി ഇവിടെ നിൽക്കാൻ സമാധാനം ഉണ്ടാവില്ല. കാരണം അവൾ നിന്നെ മൊഴി ചൊല്ലിക്കഴിഞ്ഞു. അതായത് നിന്നിൽ നിന്നുള്ള വിവാഹമോചനം ആവശ്യപ്പെടുവാൻ വേണ്ടി അവൾ കോടതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇനി മോനെ ഒന്നും നോക്കേണ്ട. ഇനി മോൻക്കുള്ളത് ഒറ്റയ്ക്കുള്ള ജീവിതം. അതോ നേരിട്ട് മേലോട്ട് പോകണോ? അതിനുള്ള ഇഞ്ചക്ഷനും എൻ്റെ കയ്യിലുണ്ട്. ഇനി ഒരിക്കൽ പോലും ബുഷി എന്നുള്ള ചിന്തയുമായി നീ നിൽക്കണ്ട. ശരിക്കും
അവനകെ തളരുന്ന പോലെ തോന്നി അൻഷിഫിന്. ഇല്ല റബ്ബേ, എന്തിനെങ്ങനൊരു ജീവിതം എനിക്ക് എന്ന് തോന്നിപ്പോയി. അവൻ വല്ലാത്ത ക്ഷീണത്തിലേക്ക് അകപ്പെടുകയാണ്. എന്താ, ഡിസ്ചാർജ് ചെയ്ത് പോകണ്ടേ? സിനാൻ, എനിക്ക് എൻ്റെ ബുഷിയെ കാണാതെ ഞാൻ പോകുന്നില്ല. എടാ, നിൻ്റെ ആ കിളവി തള്ള അവിടെ കാത്തിക്കുണ്ടാവും, വേഗം പോകാൻ നോക്ക്. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ട് നിന്നെ ഡിസ്ചാർജ് ചെയ്യും. തള്ളയോട് വരാൻ പറഞ്ഞോണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സിനാൻ അതാ അവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ ഷിഫ റയാനെയും കൂട്ടി വന്നു. റയാൻ, നമുക്ക് അൻഷിഫ് സാറിൻ്റെ അടുത്തേക്കൊന്ന് പോയി നോക്കാം. ആ വരൂ ഷിഫ. അങ്ങനെ അതാ അവർ ചെന്നപ്പോൾ ശരിക്കും പൊട്ടിക്കരയുന്ന അൻഷിഫിനെയാണ് അവർ കണ്ടത്. സാർ, എന്തു പറ്റി? സാർ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കാറില്ലല്ലോ. ബുഷ്, എൻ്റെ ബുഷി. എന്താ സാർ, എന്താ പറയുന്നത്? എൻ്റെ ബുഷി എന്നെ വിട്ടുപോയി. എൻ്റെ ബുഷി. സാർ എന്താ പറയുന്നത്? അല്ല, ഒന്നുമില്ല. എനിക്കൊന്നും ഈ ദുനിയാവിൽ എനിക്കിനി ജീവിക്കണ്ട. പെട്ടെന്ന് റയാൻ സാർ, നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്കൊന്നുമില്ലല്ലോ. പിന്നെ സിനാനെ, നിങ്ങളുടെ ബ്ലഡൊക്കെ ഒന്ന് ശരിക്കൊന്ന് ചെക്ക് ചെയ്യണം എനിക്ക്. അതിനു വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. കാരണം എന്തൊക്കെ നിങ്ങളുടെ ബ്ലഡിനകത്ത് ചേർന്നിട്ടുണ്ട് എന്ന് എനിക്കറിയണം. അങ്ങനെ അതാ അപ്പോൾ തന്നെ ബ്ലഡ് കുത്തിയെടുത്തു ഡോക്ടർ. അത് ലാബിലെ പരിശോധനയ്ക്ക് അയക്കുവാൻ വേണ്ടി മറ്റൊരു സിസ്റ്ററെയും ഏൽപ്പിച്ചു. എന്നാൽ അൻഷിഫ് സാർ കരയുകയായിരുന്നു. സാർ, എല്ലാം ശരിയാവും, നോ പ്രോബ്ലം, എല്ലാം ശരിയാക്കിയെടുക്കാം നമുക്ക് കേട്ടോ. റയാൻ, ഇനി ശരിയായിട്ടൊക്കെ എന്താ? എൻ്റെ ജീവിതമൊക്കെ കഴിഞ്ഞു. ആര് പറഞ്ഞു നിങ്ങളുടെ ജീവിതം കഴിഞ്ഞെന്ന്? നിങ്ങൾക്ക് ജീവിതം തുടങ്ങുന്നല്ലേ ഉള്ളൂ. ശരിക്കും തൻ്റെ പ്രിയപ്പെട്ട ബുഷി തന്നോട് അങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അതാ ശരിക്കും അൻഷിഫിന് സംശയം തോന്നിയിരുന്നു. അവളെങ്ങനെ അത് ചെയ്യുമോ? റബ്ബേ അല്ലാ. തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ വിഷമങ്ങളും ദുഃഖങ്ങളുമെല്ലാം അതാ അൻഷിഫ് കടിച്ചു പിടിച്ചു, എല്ലാം പടച്ച റബ്ബിലേക്ക് അർപ്പിച്ചു. എന്നാൽ ഈ സമയം അതാ സിനാൻ ഫ്രഷായി നല്ല വിലപിടിപ്പുള്ള സ്പ്രേ എല്ലാം പൂശി നല്ല വസ്ത്രമെല്ലാം ഇട്ട് അതാ ബുഷിയുടെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ബുഷി, എൻ്റെ പെണ്ണേ, എന്തൊക്കെ തന്നെയല്ലോ, ഒരു വെടിക്ക് രണ്ട് പക്ഷിയാണ് ബുഷി. അങ്ങനെ സിനാൻ്റെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ തട്ടിയെടുത്തു. എന്തായാലും ഈ ഒരു മുദ്രപ്പേപ്പർ ഉണ്ടല്ലോ, ഇത് മുറുകെ പിടിക്കാം. എപ്പോൾ വേണമെങ്കിലും ആവശ്യം വരുമ്പോൾ ഇത് കാണിച്ചു കൊടുക്കാമല്ലോ. ഇവളെ അത് എൻ്റെ പെണ്ണാണെന്നുള്ളത് മറ്റവൻ ഉപേക്ഷിച്ചതാണെന്നുള്ളതോ. എന്തൊക്കെ തന്നെയായാലും സിനാനത വളരെയധികം മനോഹരമായി നല്ല രീതിയിൽ അണിഞ്ഞൊരുങ്ങി. ബുഷിയുടെ വീട്ടിലേക്ക് മണവാളം ചമഞ്ഞ് പോകേണ്ടവരാണ് ഞാൻ. എന്തൊക്കെ തന്നെയാലും പോയി നോക്കട്ടെ. അങ്ങനെ അത് നേരെ സിനാൻ ഉമ്മയുടെ അരികിലേക്ക് വരുന്നു. എന്നാൽ സിനാൻ്റെ കാറ് വരുന്നത് കണ്ടതും ശരിക്കും ഉമ്മ, മോനെ എത്തിയോ? മോനെ കയറി വാ. ഉമ്മ, എൻ്റെ മോനെ എന്തൊരു മൊഞ്ചയിക്കുന്നേ, ഇന്നെന്താ ഇങ്ങനെയൊക്കെ? നല്ല ഉഷാറാണല്ലോ. അതെ, എന്നും എൻ്റെ പുന്നാര ഉമ്മയുടെ അരികിലേക്ക് വരുമ്പോഴേ ഇടക്കിടക്കൊക്കെ മാറി മാറിയൊക്കെ ചേഞ്ചായിക്ക് വരണ്ടേ? എന്നാൽ ഉമ്മ ചിരിച്ചു. എന്നാൽ സിനാൻ വന്നു എന്നുള്ളത് ബുഷി അറിയുന്നു. ബുഷിക്ക് അവൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേ ദേഷ്യമാണ്. അവൾ പുറത്തേക്കേ ഇറങ്ങില്ല. ഉമ്മയോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അവൾ പറഞ്ഞിരുന്നു സിനാൻ വരുന്നതിന് മുമ്പ്, ഉമ്മ, നിങ്ങൾ എന്തിനാ ആ സിനാൻ എങ്ങോട്ട് അടുപ്പിക്കുന്നത്? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ടുള്ള ഉപകാരം? എൻ്റെ പൊന്നു മോളെ, നിൻ്റെ ഭാവി വരനാണ് അവന്. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊന്ന് പരിചയപ്പെടുന്നതൊക്കെ ഏറ്റവും നല്ലത് തന്നെയല്ലേ? അല്ലാതപ്പോൾ എന്താ? ഉമ്മ, നിങ്ങൾ സിനാൻ അങ്ങോട്ട് വിളിച്ചു വരുത്തുന്ന അപകടമാണ്. എനിക്കൊട്ടും താല്പര്യമില്ല. എടി, എത്രയൊക്കെ തന്നെയായാലും ആ അൻഷിഫ് നിന്നെ മൊഴി ചെല്ലിയില്ലേ, അതിന് മേലുണ്ടോ? ഇനിയിപ്പോൾ സിനാൻ വന്നു കഴിഞ്ഞിട്ടിപ്പോൾ എന്താ? ഒരു കുഴപ്പമില്ല. നീ ആരുടെയും ഭാര്യയല്ല. ഉമ്മ, ഒരിക്കലും അൻഷിഫ്ക്ക് അങ്ങനെ ചെയ്യില്ല. പിന്നെ എന്താടി, നീ കണ്ടില്ലേ, നിന്നെ ഡൈവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് വരെ പറഞ്ഞയച്ചു. ഇനിയും നീ അവനെ താങ്ങി നിൽക്കുകയാണോ? ഉമ്മ, കാര്യം എന്ത് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൽ ഇനിയിപ്പോൾ വിവാഹമൊന്നും ഇല്ലെങ്കിലും എനിക്കെൻ്റെ മനസ്സിൽ ഒരേ ഒരാൾ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്കുള്ളൂ. അതെൻ്റെ അൻഷിഫ്ക്കയാണ്. എന്നെ മൊഴി ചൊല്ലിയാലും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ജീവിതം തന്നെയാണ് എനിക്കിഷ്ടം. അദ്ദേഹത്തിൻ്റെ കൂടെ ഇതുവരെ ജീവിച്ചത് ഓർത്ത് ഞാൻ ജീവിക്കും. അല്ലാതെ ഒരിക്കൽ പോലും മറ്റൊരു വിവാഹത്തിലേക്ക് ഞാൻ കടക്കില്ല. പെട്ടെന്ന് അതാ ഉമ്മ അവളെ ആങ്ങി ഒരൊറ്റ അടി. ഉമ്മ,
ഉമ്മ എന്തിനു തല്ലിയത്? എന്താണ് നീ പറയുന്നത്? അത് ഇപ്പറ്റ തള്ളാര് പറഞ്ഞ ആളെ അനുസരിച്ചാൽ മതി, മനസ്സിലായല്ലോ? ഉമ്മ, ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ എൻ്റെ മേലിൽ സിനാനെ കല്യാണം കഴിപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം. അതിനിടയിൽ നിങ്ങളെയും അയാൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലായിക്കോളി, നിങ്ങളത് മറക്കണ്ട. ഒന്ന് പോടി പെണ്ണേ. എൻ്റെ ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചു പോയി. എന്നിട്ട് നല്ലൊരു സ്നേഹവും നല്ലൊരു കരുണയുള്ള ഒരാൾ കിട്ടിയപ്പോൾ അവൾക്ക് കണ്ണുകടി. എന്താന്നില്ല ഉമ്മ, നിങ്ങളെ പറ്റിച്ചു കണ്ട് ഒന്നിനും മടിയില്ലാത്ത ആളാണ് കേട്ടോ. നല്ലോണം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഉമ്മ നിങ്ങൾ മാനം പോവും. ഈ പോടി പെണ്ണെ അവിടുന്ന് എന്ന് പറഞ്ഞ് ബുഷിയുമായി ചെറിയൊരു വഴക്ക് കഴിഞ്ഞ് അതാ അവൾ അകത്തേക്ക് പോയതാണ്. അപ്പോഴേക്കുമാണ് സിനാന് വന്നത്. സിനാന് വന്നപ്പോഴേക്കും ഉമ്മ അതാ നല്ല രീതിയിൽ പാല് കാച്ചിയിട്ട് അതിൽ ബൂസ്റ്റ് പൊടിയൊക്കെ ഇട്ട്, മോനെ ഇന്ന് ഇത് കുടിക്ക്. ഉമ്മ, അപ്പോഴേക്കും ഞാൻ വരുമ്പോഴേക്കും എന്തിനാ എത്ര സൽക്കാരം? ഞാൻ ഉമ്മയുടെ സോറി, ഉമ്മയെന്ന് പറയുന്നില്ല, ഞാൻ പേര് വിളിച്ചോട്ടെ. എന്താ പൊന്നുമോനെ ഈ പറയുന്നത്? ഉമ്മ എന്ന് തന്നെ വിളിച്ചാൽ മതി, അതാ എനിക്കിഷ്ടം. അല്ല മോളെ, ഞാൻ എന്ത് മോളെന്നോ? എൻ്റെ ഭർത്താവ് വിളിച്ച പോലെ എനിക്ക് തോന്നുകയാണ്. അങ്ങനെ അതാ സിനാൻ്റെയും ഉമ്മയുടെയും കൊഞ്ചിക്കുഴയിൽ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനിടയിൽ ഒരിക്കൽ പോലും അജ്മൽ വരുന്ന കാര്യം ഇവർ അറിയുന്നില്ല. ചിരിയും കളിയും തമാശയുമായി അവരെങ്ങനെ സമയം തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ അജ്മൽ കനത്ത മഴക്കാറും കാറ്റും കാരണം വിമാനം 2 മണിക്കൂറോളമാണ് ആകാശത്ത് ലാൻഡ് ചെയ്യാനാവാതെ ചുറ്റിക്കറങ്ങിയത്. ഒടുവിൽ രാവിലെ 8 മണിയോടെ വിമാനം കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ റൺവേ തൊട്ടു. അപ്പോൾ തന്നെ പൈലറ്റിൻ്റെയും ക്യാബിൻ ക്രൂവിൻ്റെയും അറിയിപ്പുകൾ സ്പീക്കറിലൂടെ മുഴങ്ങി. ആദ്യം ഇംഗ്ലീഷിലുള്ള അറിയിപ്പ് വന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, വി ഹാവ് ജസ്റ്റ് ലാൻഡഡ് അറ്റ് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. പ്ലീസ് റിമൈൻ സീറ്റ്ഡ് വിത്ത് യുവർ സീറ്റ് ബെൽറ്റ്സ് ഫസ്റ്റൻ until the seat belt sign is switched off. തൊട്ടു പിന്നാലെ അത് അറബിയിലും കേട്ടു. സെയ്ദാത്തി വസാദത്തി ലഖദ് ഹബത്നാ ലിതൗഫി മതാർ കാലിക്കോസ്തുൽ ദൗലി ഇർജി ബിഖാലി ഫി മഖഹദിക്കും വറബിത് അഹ്സമത്തുൽ അമാൻ ഹത്താ യതമിൽ ഇഖാദ് തശ്യൽ ലിഹൗൽ അസാമൽ അമാൻ. അവസാനം മലയാളത്തിലും അറിയിപ്പുണ്ടായി. മാന്യ യാത്രക്കാരെ, നമ്മൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. സീറ്റ് ബെൽറ്റ് സൈൻ ഓഫ് ചെയ്യുന്നവരെ എല്ലാവരും അവരുടെ സീറ്റുകളിൽ തന്നെ ബെൽറ്റ് ധരിച്ച് ഇരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വിമാനം പൂർണ്ണമായി നിന്നതോടെ യാത്രക്കാർക്കിടയിൽ തിരക്കായി. എല്ലാവരും മുകളിലുള്ള ക്യാബിനിൽ നിന്ന് വലിയ ബാഗുകളും പെട്ടികളും ലഗേജുമെല്ലാം വലിച്ച് താഴേക്കിട്ട് പുറത്തേക്ക് നടന്നു. എന്നാൽ അജ്മൽ തിടുക്കം കാട്ടിയില്ല. തൻ്റെ തോളിൽ തൂക്കിയിട്ട ആ ചെറിയ ഹാൻഡ് ബാഗ്, പിന്നെ അറബിയമ്മ നൽകിയ ആ ഒരു ഗിഫ്റ്റ് മാത്രം കയ്യിലെടുത്ത് അവൻ പതുക്കെ പുറത്തേക്ക് വെച്ച് പിടിച്ചു. എമിഗ്രേഷൻ ക്ലിയറൻസും പരിശോധനകളുമെല്ലാം കഴിഞ്ഞ് അവൻ എയർപോർട്ടിന് പുറത്തിറങ്ങി. കനത്ത മഴ പെയ്തു തോർന്ന കരിപ്പൂരിൻ്റെ മണ്ണ്. ഒരു ടാക്സി വിളിച്ച് അവൻ നേരെ വീട്ടിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങി. ചുറ്റുഭാഗത്തുമായി നോക്കി. ഒരുപാട് ആളുകൾ ആരൊക്കെയോ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു. അത് ചെറിയ മക്കൾ, ഉമ്മ, ഉപ്പ എല്ലാവരും വളരെയധികം സ്നേഹത്തോടെ നെഞ്ചോട് ചേർക്കുന്നു. പരസ്പരം കണ്ണുനീർ വാർക്കുന്നു. 2-3 വർഷം പ്രവാസ ലോകത്ത് കഷ്ടപ്പെട്ട് തിരിച്ചെത്തിയ പിതാക്കൾ, സഹോദരങ്ങളെല്ലാം അതെ മക്കളെ പോലും കാണാതെ ഗർഭിണിയായ സമയത്ത് പോയതായിരിക്കും. പിന്നീട് കുഞ്ഞിന് 3 വയസ്സാകുന്ന സമയത്ത് വരുന്ന ഉപ്പമാർ, ഭാര്യമാർ, അതെ മക്കൾ എല്ലാവരും അവരുടെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞുള്ള ആ ഒരു സന്തോഷം പങ്കുവെക്കുകയാണ് എല്ലാവരും. ഒരു നിമിഷം അജ്മൽ അതെല്ലാം ഒന്ന് നോക്കിക്കണ്ടു. റബ്ബേ അല്ലാ, അത് എല്ലാ പ്രാവശ്യവും ഉമ്മ എന്നെ കൊണ്ടുവരാൻ വരാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ എനിക്ക് അവരെ ഒന്ന് അറിയിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു. റബ്ബേ. അവൻ ദീർഘനിശ്വാസം വിട്ടു. കരിപ്പൂർ എയർപോർട്ടിന് പുറത്ത് മഴ പെയ്തു തോർന്ന തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. തോളിൽ തൂക്കിയിട്ട ചെറിയ ബാഗ് ഒന്നുകൂടി ശരിയാക്കി അജ്മൽ പുറത്തേക്ക് നടന്നു. പിന്നെ കൈകളിൽ അറബിയമ്മ തന്ന ആ ഒരു പെട്ടിയും. അതധികം വലിപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ എന്ത് ചെയ്യാൻ? അജ്മൽ പുറത്തേക്ക് നടന്നു. അവിടെ വരിവരിയായി കിടക്കുന്ന ടാക്സികളിൽ നിന്ന് ഒന്നവൻ കൈകാട്ടി. അടുത്തെത്തിയ ടാക്സി ഡ്രൈവർ അവൻ്റെ ബാഗ് വാങ്ങി ഡിക്കിയിലേക്ക് വെക്കാൻ തുനിഞ്ഞതും, വേണ്ട, ഇത് ചെറിയ ബാഗാണ്, ഞാൻ പിടിച്ചോളാം, ഈ ഒരു ബോക്സ് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൻ പിൻസീറ്റിലേക്ക് കയറിയിരുന്നു. എങ്ങോട്ടാ സാറേ പോകേണ്ടത്? ഡ്രൈവർ വണ്ടി സ്റ്റാർട്ട് കൊണ്ടിരിക്കുമ്പോൾ
ചോദിച്ചു. അജ്മൽ തൻ്റെ വീട്ടിലേക്കുള്ള വഴി കൃത്യമായി പറഞ്ഞു കൊടുത്തു. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഏകദേശം 2-3 മണിക്കൂറോളം ദീർഘദൂര യാത്രയുണ്ട്. വണ്ടി പതുക്കെ മെയിൻ റോഡിലേക്ക് കയറി. വണ്ടിയുടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്ന അജ്മലിൻ്റെ ഉള്ളിൽ പഴയ ഓർമ്മകൾ ഒരു കടൽ പോലെ ഇരമ്പിത്തല്ലി. ഒരു കാലത്ത് സന്തോഷം മാത്രം നിറഞ്ഞിരുന്ന ഈ വീടായിരുന്നു അവൻ്റേത്. വീടൊട്ടുക്കും ചിരിയും കളിയും ബഹളവും മാത്രം. നാട്ടിൻ പുറത്തെ ആ കൊച്ചു തറവാട്ടിൽ ഉമ്മയുടെ സ്നേഹവും അനിയത്തി ബുഷിയുടെ കുറുമ്പുകളും അൻഷിഫിൻ്റെ സാമീപ്യവും അവന് സമ്മാനിച്ച സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആ വീട്ടിലാകപ്പാടെ മൂകത തളം കെട്ടി നിൽക്കുകയായിരിക്കും. സ്നേഹത്തിൻ്റെ തണൽ തന്ന ഉമ്മയുടെ മനസ്സിൽ എങ്ങനെയാണ് ഇത്രയും വിദ്വേഷം നിറഞ്ഞു കൂടിയത്? ഇതെല്ലാം ഓർക്കുമ്പോൾ അതാ അവൻ്റെ നെഞ്ച് വല്ലാതെ നീറിപ്പുകഞ്ഞു. എൻ്റെ റബ്ബേ, എൻ്റെ ബുഷി, അവൻ പതുക്കെ പിറുപിറുത്തു. താൻ നാട് വിട്ടു പോയതിൽ പിന്നെ എൻ്റെ അനിയത്തി അനുഭവിച്ച നരകയാതന എത്രത്തോളമായിരിക്കും? ഡോക്ടർ സിനാൻ്റെ കള്ളക്കളികളും ഉമ്മയുടെ മനസ്സ് മാറ്റിയുള്ള ക്രൂരതകളും ആ പാവം കുട്ടി എങ്ങനെ സഹിച്ചിട്ടുണ്ടാകും? ബുഷിയെക്കുറിച്ചുള്ള ഓർമ്മകൾ അവൻ്റെ കണ്ണ് നിറയിച്ചു. അൻഷിഫുമൊത്ത് ജീവിക്കേണ്ടിയിരുന്ന സുന്ദരമായൊരു ഭാവി ഉണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടി, റബ്ബേ, അവളുടെ ജീവിതം എന്തായിത്തീരും? ടാക്സി നാട്ടിൻപുറത്തെ വളവുകളും തിരിവുകളും കടന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരുന്നു. വഴിയിലെ കാഴ്ചകളൊന്നും അജ്മലിൻ്റെ മനസ്സിലേക്ക് കയറിയില്ല. ഡ്രൈവർ ഇടയ്ക്കിടെ വണ്ടിയുടെ മിററിലൂടെ അജ്മലിനെ നോക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ മുഖത്തെ ഭാരവും കണ്ണുകളിലെ സങ്കടവും ആ ഡ്രൈവർക്ക് മനസ്സിലായിട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ അയാൾ അധികമൊന്നും സംസാരിക്കാൻ നിന്നില്ല. സമയം കടന്നുപോയി. യാത്രയുടെ ദൈർഘ്യം കുറഞ്ഞു വരുമ്പോഴും അജ്മലിൻ്റെ ഉള്ളിലെ അസ്വസ്ഥതയും ഭയവും വർദ്ധിച്ചു കൊണ്ടിരുന്നു. ആ പഴയ വീട്ടിലേക്ക് കാലുകുത്തുമ്പോൾ തന്നെ കാത്തിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും? നാടകീയമായ എന്തൊക്കെ സംഭവങ്ങളായിരിക്കും? ഒരു നിമിഷം അവൻ വിചാരിച്ചു. ഒടുവിൽ 2-3 മണിക്കൂറത്തെ ആ ദീർഘദൂര യാത്രയ്ക്ക് ശേഷം ടാക്സി ഒരു ഗ്രാമീണ റോഡിലേക്ക് തിരിഞ്ഞു. കുറച്ചു ദൂരം മുന്നോട്ട് പോയതും അജ്മൽ പറഞ്ഞു കൊടുത്ത ആ ഒരു വഴിയിലൂടെ ആ വീടിൻ്റെ മുറ്റത്തേക്ക് ടാക്സി പതുക്കെ വന്നു നിന്നു. വണ്ടി നിന്നതും അജ്മലിൻ്റെ ഹൃദയമിടിപ്പ് പടപടാ കൂടി. അവൻ പുറത്തേക്ക് നോക്കി. റബ്ബേ, അല്ലാ, നീ കാക്ക്. അങ്ങനെ അത് അജ്മൽ കാറിൽ നിന്ന് ഇറങ്ങി. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. ഇൻഷാ അല്ലാ.